योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. പ്രഭാഷണ വിഷയം നമ്മൾക്ക് ദക്ഷിണാമൂർത്തി സ്തോത്രം ആണ്. ശ്രീശങ്കരാചാര്യർ വിരചിതമായ കൃതികളിൽ ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു സ്തോത്രമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം. അതൊരു സ്തോത്രമാണെങ്കിലും അതൊരു ഉപനിഷത്താണ്. അതുകൊണ്ട് ചില പ്രതികളിലൊക്കെ ദക്ഷിണാമൂർത്തി ഉപനിഷത്ത് എന്ന് തന്നെ ഇതിന് പേര് നൽകിയിട്ടുണ്ട്. ദക്ഷിണാമൂർത്തി ആരാണ്? ശങ്കരാചാര്യരെ തന്നെ ഇപ്പൊ നമ്മൾ ശങ്കരവിജയത്തില് കണ്ടു. ദക്ഷിണാമൂർത്തി മൗനം വിട്ട് ഇറങ്ങി വന്നു. അതിലിപ്പോ തലപ്പ് കൊടുത്തത് തന്നെ മൗനം വിട്ട് ഇറങ്ങി വന്നു മറയോതിയ മാമുനി. ശങ്കരവിജയത്തിലെ ശ്ലോകം തന്നെ അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവ ശിഖാതാപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോഃ മൂർത്തിഃ ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ എന്നാണ് ശ്ലോകം. വടവിടപിനോ മൂലതോ നിഷ്പതന്തി. വടവിടപി ദക്ഷിണാമൂർത്തിയുടെ വാസസ്ഥാനമാണല്ലോ ദക്ഷിണാമൂർത്തി. ആ വടവൃക്ഷത്തിന് ചുവട്ടിൽ മൗനമായിട്ടിരുന്ന് സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നുള്ളവർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു. ഒരിക്കലും പരാജയപ്പെടാത്ത ഒരു ഭാഷയാണ് ഈ മൗനം. നമുക്ക് ചോദ്യം വരും, മൗനമായിട്ടിരുന്നാൽ എങ്ങനെ ഉപദേശിക്കാൻ പറ്റും? പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ ശരിക്കും ഈ വേദാന്തം അഥവാ ആത്മ അനുഭൂതി എന്ന് പറയണത് ഒരു സംശയത്തിന് ഇട നൽകാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണ് മൗനം. മൗനം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് മിണ്ടാതിരിക്കൽ മൗനമാണെന്നാണ്. മിണ്ടാതിരിക്കൽ മൗനമല്ല. മിണ്ടിക്കൊണ്ടേയിരുന്നാലും മൗനമുണ്ട്. മിണ്ടാതിരുന്നാൽ മൗനമാവില്ല. രമണ ഭഗവാൻ ഇത്ര മൗനമായിരുന്ന മഹർഷി അരുണാചല അക്ഷരമണമാലയിൽ ഒരു പാട്ട് ഭഗവാൻ അരുണാചലേശ്വരനോട് പറയുന്നു, കല്ലുപോലെ ഇങ്ങനെ ഇരുന്നാൽ ഇത് മൗനമാമോ അരുണാചല? ഈ കല്ലുപോലെ അനങ്ങാതിരിക്കണതാണോ മൗനം എന്ന് ചോദിക്കുകയാണ് ഭഗവാൻ അരുണാചലേശ്വരനോട്. എന്നെ പാട്ടത് മൗനിയായി കற்பോൽ മലരാതിരുന്നാൽ മൗനമിതാമോ അരുണാചല. ഹേ അരുണാചലേശ്വര, കற்பോൽ ഈ കല്ലുപോലെ ഇരിക്കുന്നത് മൗനമല്ല. കല്ലിന് പെർവേസീവ്നെസ് ഇല്ല, വ്യാപ്തിയേ ഇല്ല, അവിടെ തന്നെ ഇരിക്കും. പക്ഷെ വാസ്തവത്തിലുള്ള മൗനം ഓൾ പെർവേഡിംഗ് ആണ്. എല്ലാ ഹൃദയത്തിലേക്കും പ്രവേശിക്കുന്നതാണ്. സ്വയം വിനിമയ ശക്തിയുള്ളതാണ്. അതിന് അത് നമ്മളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ നമ്മളുടെ പെർമിഷൻ പോലും വേണ്ട, ഇല്ലാതെ പ്രവേശിക്കാൻ ശക്തിയുള്ള പ്രബലമായ ശക്തിവിശേഷത്തിനെയാണ് മൗനമെന്ന് പറയണത്. അതുകൊണ്ട് അത് മുനിയുടെ ഭാവമാണ്. മുനേഹേ ഭാവ. മൗനമെന്ന് വെച്ചാൽ വാങ്നിരോധമല്ല, വെറും വെർബൽ സൈലൻസ് അല്ല. അത് മുനിയുടെ ഭാവമാണ്, മുനിയുടെ വിനിമയ ശക്തിയാണ്. ഒരു ഹൃദയത്തിൽ നിന്നും മറ്റൊരു ഹൃദയത്തിലേക്ക് ആശയത്തിനെ ഭാഷയുടെ സഹായം കൂടാതെ അറിയുന്ന ആൾക്ക് ഒരു സംശയവും വരാത്ത വിധത്തിൽ വിനിമയിപ്പിക്കാവുന്ന ഒരു ചമത്കാരം, ഒരു കൗശലം. അങ്ങനെയാവുമ്പോൾ മനുഷ്യന് മാത്രമല്ല, സംഗീതത്തിന് തന്നെ പറയട്ടെ. സംഗീതത്തിന് വല്ല ഭാഷയുണ്ടോ? ഇപ്പോൾ നാരായണം പാടിയത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഭാഷ അറിയോ?
എന്തോ കുറെ ഭക്തി വാക്കുമൊക്കെ കേട്ടു എന്നല്ലാതെ പിന്നെ എങ്ങനെ മനസ്സിലായി, എങ്ങനെ രസിച്ചു? നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്രയോ പേര് ആനന്ദിക്കണം. പശുർവേത്തി ശിശുർവേത്തി വേത്തി ഗാനരസം ഫണി. പശുർവേത്തി, പശുവിനെ അറിയുന്നതാണ്. ശിശുർവേത്തി, കൊച്ചുകുട്ടി മനസ്സിലാക്കും. വേത്തി ഗാനരസം ഫണി, ഒരു പാമ്പ് മനസ്സിലാക്കും. അതാണ് സംതിങ് വിച്ച് ടച്ചസ് യു ഡീപ്ലി. അത് സംഗീതത്തിനും മൗനമാണ്. അത് സംഗീതം പോലുമല്ല, അതും മൗനത്തിന്റെ ബലമാണ്. അതുകൊണ്ട് ആ മൗനം കൊണ്ട് വിനിമയം ചെയ്യാനുള്ള ശക്തി. പക്ഷെ ചിലർക്ക് മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ എന്നുള്ളതേ ഉള്ളൂ കുഴപ്പം. കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞു. രാമകൃഷ്ണ പരമഹംസരുടെ ധർമ്മപത്നിയായ ശാരദാദേവി ഒരു ശിഷ്യന് മന്ത്രോപദേശം കൊടുത്തു. അപ്പൊ കുറച്ചു ദിവസം കഴിഞ്ഞ് ആ ശിഷ്യൻ ചോദിച്ചു, അമ്മ എനിക്ക് മന്ത്രം ഉപദേശിച്ചു, പക്ഷെ എന്നിൽ ഒരു അധ്യാത്മമായിട്ട് ഒരു പുരോഗതിയും കാണാനില്ലല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു, കുട്ടികള് രാത്രി ചിലപ്പോൾ ഊണ് കഴിക്കാതെ ഉറങ്ങും. അമ്മ വിളിച്ചെണീപ്പിച്ച് ഉറക്കത്തിൽ ഊണ് കൊടുക്കും, എന്നിട്ട് പിന്നെ കിടത്തും. അപ്പൊ രാവിലെ എണീറ്റിട്ട് ആ കുട്ടി പറയും, ഞാൻ ഇന്നലെ രാത്രി ഊണേ കഴിച്ചില്ലല്ലോ എന്ന് പറയും. എന്നുവെച്ചാൽ സംതിങ് വിച്ച് ഈസ് ഫെഡ് നോട്ട് വെൻ യു ആർ കോൺഷ്യസ്. പക്ഷെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു, പോകേണ്ടത് പോയി കഴിഞ്ഞു എന്നാണ്. അതറിയില്ല, അത് കുറെ കഴിഞ്ഞിട്ടേ അറിയുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. അതുപോലെയാണ് ഈ മൗനത്തിൽ വിനിമയം ചെയ്യപ്പെടേണ്ടത് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അരുണാചലേശ്വരൻ തന്നെ എപ്പോഴും ബ്രഹ്മോപദേശം ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷെ എത്ര പേര് അരുണാചലത്തിനെ അങ്ങനെ നോക്കുന്നുണ്ട്? പാർത്തനൻ പുതുമൈ ഉയിർ വലി കാന്ത പർവ്വതമൊരു തരമിതനൈ ഓർത്തിടും ഉയിരിൻ ചേഷ്ടയെ ഒടുക്കി ഒരു തനത് അഭിമുഖമാക ഈർത്തதை തൻപോൽ അചലമാ ചെയ്തു இன்னுயிர் பலிகொளும் இக்தென் ஓர் துயுமின் உயிர்கால் உளமதில் ஒளிரி உயிர்கொலி அருணமாகிரியே. ഒരു ആശ്ചര്യമായ പർവ്വതത്തിനെ കണ്ടു. തന്റെ അടുത്തു വരുന്നവർക്കൊക്കെ തന്റെ അനുഭവത്തിനെ കൊടുക്കുന്ന ഒരു മലയെ കണ്ടു എന്നാണ് ഭഗവാൻ പറയണത്. പക്ഷെ പലർക്കും ആ മല കണ്ടു കഴിഞ്ഞാൽ ഒരാൾ ചോദിച്ചു എന്നോട്, ഇത് വോൾക്കാനോ മൗണ്ടൻ ആണോ, അല്ലെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായ വല്ല ഗവേഷണം ചെയ്യും. പലതും ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കണമെന്നല്ലാതെ ആ സാന്നിധ്യത്തിന്റെ പ്രഭാവം എത്ര പേർക്ക് അറിയുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ദക്ഷിണാമൂർത്തി മൗനമായി ഉപദേശിച്ചു. ആർക്കാന്ന് വെച്ചാൽ അത്രയും പക്വമായ 4 ശിഷ്യന്മാരെ കിട്ടി. സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്ന ആദി ശിഷ്യന്മാരും ആദി ഗുരുവും. ആ ഗുരു ഒരു ആശ്ചര്യം, ശിഷ്യന്മാരും ആശ്ചര്യം. ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. ആ വക്താവ് ആശ്ചര്യമാണ്, ആ വക്താവിൽ നിന്ന് കിട്ടിയ ശിഷ്യൻ ആശ്ചര്യമാണ്, അത് സ്വീകരിച്ച ശിഷ്യനും ഗുരുവും കുശലന്മാരാണെന്നാണ്. എന്നുവെച്ചാൽ അങ്ങനെ കൊടുക്കാൻ ഗുരുവിനും അറിഞ്ഞു, അത് സ്വീകരിക്കാനുള്ള ചമത്കാരം ശിഷ്യന്റെ അടുത്തും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആശ്ചര്യമായ ഒരു ഗുരുവും ആശ്ചര്യമായ 4 ശിഷ്യന്മാർ. ചിലർക്ക് വർഷക്കണക്കിന് ഉപദേശിച്ചാലും പിന്നെയും ബാക്കി നിൽക്കും. എന്താ? സംശയം. സംശയം മാത്രം, കാര്യം തെളിഞ്ഞില്ല. നേരെ മറിച്ച് ഇവിടെ ഗുരു ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ ഇരുന്നു. ശിഷ്യന്മാർക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്തും ഉണ്ടായിരുന്ന ഒരുപാട് പേരങ്ങനെയായിരുന്നു. ഭഗവാന്റെ അടുത്ത് പലരും ഉപദേശമേ ചോദിച്ചിട്ടേ ഇല്ല ഒരിക്കലും. ഭഗവാൻ ഡയറക്റ്റായിട്ട് അവർക്കൊന്നും ഉപദേശിച്ചിട്ടുമില്ല. ചിലപ്പോഴൊക്കെ സംശയമൊക്കെ വരുമ്പോൾ ആരെങ്കിലും ചോദിക്കും, ഉത്തരം കിട്ടും, അവർക്ക് തെളിവാകും. വിശ്വനാഥസ്വാമി പറഞ്ഞു, ഭഗവാൻ എങ്ങനെ ഉപദേശിച്ചു എന്ന് വെച്ചാൽ ഇരുന്തതൈ ഇരുന്തപടി ഇരുന്ന് കാട്ടി. ആയുകൊണ്ടല്ല എന്നാണ്, താൻ അതായിട്ട് തന്നെ ഇരുന്നു. സത്യം അറിയാൻ സാമർഥ്യമുള്ള ആള്, ആ സാമർഥ്യം ഉണ്ടല്ലോ, പ്രഭാവം. ശിഷ്യൻ എന്ന് പറയുന്ന ആള് സാധാരണ അല്ല. ശിഷ്യന്റെ ഉള്ളിൽ ഒരു പ്രഭാവം വരണു, ഒരു ശക്തിവിശേഷം. ആ പ്രഭാവമാണ്
ഗുരു എങ്ങനെ ആണെങ്കിലും ഗുരുവിന്റെ അടുത്ത് നിന്ന് അത് കറന്നെടുക്കും. ആ പ്രഭാവവിശേഷം ഒരു മുമുക്ഷുവിന്റെ ഉള്ളിൽ വരുമ്പോഴാണ് വളരെ ലളിതമായിട്ട് ആത്മസാക്ഷാത്കാരം ഉണ്ടാവണത്. ഗുരുവിന്റെ അടുത്ത് പോണു, ഗുരു എന്തോ പറയണു, അങ്ങനെ കൂട്ടി വായിച്ച് കിട്ടേണ്ടത് കിട്ടി, അറിയേണ്ടത് അറിഞ്ഞു, മുഖം പ്രകാശമാനമായി, അകത്ത് പ്രശാന്തി വന്നു. അങ്ങനെ ഗുരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കിട്ടും എന്നാണ് അഷ്ടാവക്ര സംഹിതയില് അഷ്ടാവക്രൻ പറഞ്ഞു. ഒരുപാടൊന്നും ഉപദേശിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ഗുരു പറയണു. ഇയാൾക്ക് ഈ പറയണതിലല്ല കിടക്കുന്നത്, ഗുരുവിലാണ് കിടക്കുന്നത്. ആ എസൻസ് ഇയാളുടെ ഉള്ളിലുമുണ്ട്. ഇയാള് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്, ഒരു സ്ഥിതി ഗുരുവിന്റെ അടുത്ത് കാണുകയാണ്. വാക്കിലല്ല, പറയണതിലല്ല, ആ സ്ഥിതി അങ്ങനെ പിടിച്ചെടുത്ത് അതിനുശേഷം ആ ശിഷ്യൻ ആ സ്ഥിതിയിൽ സ്വയം അങ്ങനെ ഇരുന്നു. സ്വയം താൻ അതുമായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ സനക സനന്ദനാദികൾക്ക് ഭഗവാൻ ദക്ഷിണാമൂർത്തി ദക്ഷിണ കൊടുത്തു. ദക്ഷിണ എന്ന് വെച്ചാൽ കരുണ എന്നാണ് ഒരർത്ഥം. ദാക്ഷിണ്യം എന്നുവെച്ചാൽ കാരുണ്യം എന്നർത്ഥം. ദാക്ഷിണ്യമേ രൂപമായിട്ടുള്ള ആള് എന്നർത്ഥം. കരുണയെ രൂപം പൂണ്ടിട്ടുള്ള സ്വരൂപം. ഏറ്റവും വലിയ കാരുണ്യം എന്താ? ശിവന്റെ 2 ജോലിയും കാരുണ്യമാണ്. ഒന്ന് ജ്ഞാനം കൊടുക്കുക, ഒന്ന് കൊല്ലുക. ഈ കൊല്ലുന്നത് പോലെ ഒരു കാരുണ്യം വേറെ ഒന്നുമില്ല. സമയത്തിൽ മരണം കിട്ടാതെ എത്ര പേരാ വിഷമിക്കണതറിയോ? ഈ ജീവനെ സമയത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതുണ്ടല്ലോ, സംഹാരം ഉണ്ടല്ലോ, അതും കരുണയാണ്. ആനന്ദസാന്ദ്രോ ഭവാൻ ശങ്കരാചാര്യർ പറഞ്ഞത്, ആ സംഹാരം ചെയ്യണത് രുദ്രൻ ആനന്ദത്തോടുകൂടിയാണ് അത്ര ചെയ്യണത്. ബ്രഹ്മാവിനും വിഷ്ണുവിനും ഒന്നും സമാധാനമില്ല. എന്താന്ന് വെച്ചാൽ സൃഷ്ടിച്ചു കഴിയുമ്പോൾ തന്നെ ബ്രഹ്മാവിന് അറിയാൻ കുഴപ്പമാണ്, ഇനി തുടങ്ങാം. വിഷ്ണുവിനെ അറിയാൻ പരിപാലനം ചെയ്യുമ്പോൾ പ്രോബ്ലം നേരിട്ട് ഇടപെട്ടാലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് എത്ര അവതാരം. നേരിട്ട് വന്ന് പ്രശ്നപരിഹാരത്തിനായിട്ട് വീണ്ടും വീണ്ടും അവതരിക്കേണ്ടി വരുന്നു വിഷ്ണുവിന്. പക്ഷേ രുദ്രന് അവതരിക്കേണ്ട കാര്യമൊന്നും കാര്യമായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ആനന്ദസാന്ദ്രമായിട്ട് സംഹാരം ചെയ്യാണെന്ന്. മറ്റൊരു പ്രയോജനം എന്താ? ജ്ഞാനോപദേശം. ഉപദേശത്തിനായിട്ട് വടിവ് പൂണ്ട് നിൽക്കുന്ന രൂപമാണ് ദക്ഷിണാമൂർത്തി എന്ന് നമ്മൾ പറയണത്. ദക്ഷിണാശേമുഷി പ്രോക്ത. ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം, കാരുണ്യം എന്നർത്ഥം. കാരുണ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈ പിച്ചാക്കാരൻ ചോദിക്കുമ്പോൾ ഒരു രൂപ കൊടുക്കണതാണ് കാരുണ്യം. ഈ അനേക ജന്മങ്ങളായി തപിച്ച് ഉള്ളിൽ വിഷമിച്ചിരിക്കുന്ന ജീവന് ആത്മജ്ഞാനം വരുന്നതാണ് കാരുണ്യം. ശാന്തി ഉണ്ടാവുന്നതാണ് കാരുണ്യം. കർമ്മം ചെയ്തിട്ടും പലതിലും പെട്ട് വലഞ്ഞിട്ടും വിഷമിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കർമ്മവലയത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരണം. ജന്മമൃത്യു ജരാതപ്ത, പിന്നെ ജനവിശ്രാന്തിദായിനി. ആ ശ്ലോകം കേൾക്കുമ്പോൾ തന്നെ അപ്പാന്നുള്ളിലൊരു കുളിർമ വരണം. സഹസ്രനാമം ചൊല്ലുമ്പോ, ആ ശ്ലോകം ചൊല്ലുമ്പോ ജന്മമൃത്യു ജരാതപ്ത എന്നാണ്. ജനിക്കുക മരിക്കുക ഇനിയും ജീവിക്കുക, അതുകൊണ്ട് തപിച്ചു എന്നാണ്. വേവിച്ചെടുത്തു, മതിയായി, ടയേർഡ്. അപ്പോ ജനവിശ്രാന്തിദായിനി, വാസ്തവമായിട്ടുള്ളൊരു വിശ്രമം, ഒരു വിശ്രാന്തിയെ ഈ ബ്രഹ്മവിദ്യാസ്വരൂപിണിയായ ദേവി കൊടുക്കണമെന്ന്. ആ ബ്രഹ്മവിദ്യാസ്വരൂപിണിയാണ് ദക്ഷിണ. ആ ദക്ഷിണ രൂപമായിട്ടുള്ള മൂർത്തി ദേവി തന്നെയാണ് ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തി രൂപിണ്യൈ നമഃ അല്ലേ? ലളിതാ സഹസ്രനാമത്തിലൊരു നാമല്ലേ ദക്ഷിണാം. എന്താണെന്ന് വെച്ചാൽ രൂപം എടുത്താൽ ശക്തിയാണ്, രൂപമില്ലെങ്കിൽ ശിവൻ. അപ്പൊ രൂപം ശിവന്റെ ആണെങ്കിലും ശക്തിയാണ്. ഇതൊക്കെ ഓരോ വർഷങ്ങൾ പറയാം.
രൂപം ശിവന്റെ ആണെങ്കിലും രാഖാചന്ദ്ര സമാനകാന്തി വദനാം നാഗാദിരാജസ്തുതാമൂകാനാം അപി കുർവതി സുരധുനി നീകാശ വാഗ്വൈഭവം ശ്രീകാഞ്ചീ നഗരീ വിഹാര രസികാ ശോകാപഹന്ത്രീ സതാം ഏകാ പുണ്യപരംപരാ പശുപതേഹ ആകാരിണീ രാജതേ. കാമാക്ഷി സ്തുതിക്കുമ്പോ മൂക്കപഞ്ചശത്തി പറഞ്ഞു, പശുപതേഹ ആകാരിണീ രാജത്തെ. ദേവിക്ക് രൂപം ധ്യാനിക്കാൻ ഒരു രൂപം. ദേവി എങ്ങനെ ധ്യാനിക്കണമെന്ന് വെച്ചാൽ പശുപതേഹ ആകാരിണി എന്നാണ്. ശിവന്റെ രൂപത്തില് ദേവിയെ ധ്യാനിക്കുകയാണ്. ശിവന്റെ രൂപത്തിലാണ് കാമാക്ഷിയെ ധ്യാനിക്കണത്. പശുപതേഹ ആകാരിണി രാജത്തെ. ധ്യാനിക്കണത് ദേവിയാണ്, പക്ഷെ ധ്യാനിക്കണത് എങ്ങനെ? പശുപതേഹ ആകാരിണി, ദക്ഷിണാമൂർത്തി രൂപിണിയായിട്ട് ധ്യാനിക്കണമെന്നാണ്. അങ്ങനെ ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ കാരുണ്യം രൂപമെടുത്ത ഈശ്വരൻ. ദക്ഷിണ എന്ന് വെച്ചാൽ ജ്ഞാനം. ദക്ഷിണ എന്ന് വെച്ചാൽ നമ്മളുടെ അകത്തുള്ള ചിത്പൂർത്തി. അതൊക്കെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ തന്നെ ഭഗവത്പാദർ പറയുന്നുണ്ട്. ചൈതന്യം, ആത്മാനുഭൂതി തന്നെ ദക്ഷിണാമൂർത്തി. ദക്ഷിണ എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ധരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന മൂർത്തി എന്നാണ്. തെന്മുഖമൂർത്തി എന്നാണ് ഭഗവാൻ തമിഴിൽ പറയണത്. ദക്ഷിണാമൂർത്തി സ്തോത്രം ഭഗവാൻ തമിഴില് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മൾ നോക്കാം. രമണ മഹർഷി തമിഴിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൽ ദക്ഷിണാമൂർത്തിയെ തെന്മുഖമൂർത്തി, ദക്ഷിണാമൂർത്തി പോറ്റി എന്നാണ് വരണത്. പക്ഷെ എന്നാലും തെന്മുഖമൂർത്തി എന്ന് ഒരു വാക്ക് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലത്ത്. തെന്മുഖം എന്ന് വെച്ചാൽ തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആള് എന്നർത്ഥം. അതെന്തിനാ ഇപ്പൊ തെക്കോട്ട് തിരിഞ്ഞിരിക്കണമെന്ന് വെച്ചാൽ സാധാരണ ആരും തെക്കോട്ട് നോക്കി നമസ്കരിക്കില്ല, തെക്കോട്ട് നോക്കിയിരിക്കില്ല, ഒക്കെ പേടിയാണ്. എന്താന്ന് വെച്ചാൽ യമായ ധർമ്മരാജായ മൃത്യവേചാന്തകായ ച, യമന്റെ സ്ഥാനാണെന്നാണ് തെക്ക്. അതുകൊണ്ട് ടെറർ ടു ഫേസ് ഡെത്ത്, ഭയാണ്. മരണത്തിനെ നേരിട്ട് നോക്കാനുള്ള പേടിയുണ്ട് നമുക്ക്. നചികേതസ്സല്ലല്ലോ നമ്മളൊക്കെ. അതുകൊണ്ട് മരണത്തിനെ എങ്ങനെ നോക്കും? മുഖാമുഖം മരണത്തിനെ കാണാനുള്ള പേടി. ആ പേടിയില്ലാതെ ഈശ്വരൻ ദക്ഷിണാമൂർത്തിയായിട്ട് മരണത്തിനെ, യമനെ അങ്ങോട്ട് നോക്കിയിരുന്നു. ആ ദിക്കിലേക്ക് നോക്കിയിരുന്നു. നമുക്ക് ആദ്യത്തെ പാഠമാണ്, മരണത്തെ നേരിട്ട് നോക്കിയാൽ കയറിൽ പാമ്പ് പോലെ അത് മറഞ്ഞു പോകും. പാമ്പാണെന്ന് വിചാരിച്ച് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ പാമ്പൊന്നുമില്ല, കയറേ ഉള്ളൂ. അതുപോലെ മരണം എന്താണെന്ന് നോക്കിയപ്പോൾ മരണമൊന്നും അവിടെ കാണാനില്ല, ആത്മാവേ ഉള്ളൂ, നിത്യ സത്യമേ ഉള്ളൂ. നോക്കാത്തത് കൊണ്ട് മാത്രമുള്ളതാണത് അവിടെ. അതുകൊണ്ട് ദക്ഷിണാമൂർത്തി തെക്കോട്ട് തിരിഞ്ഞിരുന്നു. ദക്ഷിണാമൂർത്തിയാണ്. സംസ്കൃതത്തിൽ അങ്ങനെ വരാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ദക്ഷിണമൂർത്തിനെ വരാൻ പാടുള്ളൂ, ദക്ഷിണാമൂർത്തിന്ന് വരാൻ പാടില്ല. പിന്നെന്താ അങ്ങനെ വന്ന് ദക്ഷിണമൂർത്തി എന്ന് വരുന്നതിന് പകരം ദക്ഷിണാമൂർത്തി എന്ന് വരണമെങ്കിൽ വ്യാകരണപ്പടി ഒരു കാരണമേ പറയാൻ പറ്റുള്ളൂ, ദക്ഷിണ അമൂർത്തി എന്നാണ്. അമൂർത്തി എന്ന് വെച്ചാൽ മൂർത്തി ഇല്ലാത്ത ആള്, വടിവമില്ലാത്തവൻ, രൂപമില്ലാത്തവൻ. ദക്ഷിണ അമൂർത്തി, ചിത്സ്വരൂപമായ, ജ്ഞാനസ്വരൂപമായ, ചൈതന്യസ്വരൂപമായ അമൂർത്തി. രൂപമില്ലാത്തവൻ. രൂപം പുറത്തൊന്നും കാണാനില്ല, പിന്നെ എന്ത് രൂപമാ? ഉള്ളില് അഹമഹം എന്ന ആത്മസ്വരൂപമായി നടനമാടുന്ന നടരാജൻ. ചിദംബര നടം ഹൃദി ഭജേ. ആ ചിദംബര നടനം, ചിദംബരം എന്ന് വെച്ചാൽ ചിദാകാശം, ഹൃദയാകാശത്തില് നിരന്തരം അവിച്യുതമായ ഒരു അനുഭൂതി ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലുണ്ട്, ഞാനുണ്ട് എന്നൊരു അനുഭവം. അത് തന്നെ ദക്ഷിണാമൂർത്തി. എല്ലാ ഉപദേശവും അവിടുന്ന് കിട്ടും. അവിടെ മൗനിയായിട്ട് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. പുറത്തൊരാചാര്യൻ വന്ന് ഉപദേശിച്ചാലും നിങ്ങൾക്ക് അത് ശ്രാവ്യമായിട്ട് തീരണത് നിങ്ങളുടെ ചിത്തമാകുന്ന ശ്രോത്രം, ഹൃദയമാകുന്ന ഈ ദക്ഷിണാമൂർത്തിയുടെ മണ്ഡലത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചാലേ നിങ്ങളിപ്പോ ഞാൻ പറയണതൊക്കെ നിങ്ങളുടെ അന്തഃശ്രോത്രത്തിന് വിഷയമാവുള്ളൂ. അല്ലെങ്കിൽ വെളിയിലൂടെ കേൾക്കും, അത്രയേ ഉള്ളൂ. ഉള്ളിലേക്ക് വിഷയമാവണമെങ്കിൽ ആ ഉള്ളിലുള്ള ആ ഇരുപ്പ് മാത്രമായി, ഹൃദയസ്ഥാനം, ഒരു സെന്റർ ഉണ്ട് നമ്മളുടെ ഉള്ളില്.
ഒരു ദ്വീപ്. ഒരു ദ്വീപ് എങ്ങനെ ചുറ്റും വെള്ളമായിട്ട് നടുവില് ഒന്നുമില്ലാത്ത ഒരു മണ്ണ് ഭാഗമായിട്ട് ഒന്നും കണക്ഷൻ ഇല്ലാതിരിക്കണോ, അതുപോലെ ഈ ശരീരത്തിന്റെ ഉള്ളില്, മനസ്സിന്റെ ഉള്ളില് ഏതത് അന്നമയമാത്മാനമുപസംക്രമ്യ ഏതം പ്രാണമയമാത്മാനമുപസംക്രമ്യ ഏതം മനോമയമാത്മാനമുപസംക്രമ്യ ഏതം വിജ്ഞാനമയമാത്മാനമുപസംക്രമ്യ ഏതമാനന്ദമയമാത്മാനമുപസംക്രമ്യ. എല്ലാ കോശങ്ങളും ലെയേഴ്സൊക്കെ കടന്നുപോയാൽ ഉള്ളിൽ ഇതിനൊന്നിനോടും പറ്റുമാനമില്ലാതെ ഒരു ദ്വീപുണ്ട്, ഐലൻഡ്. അത് ശരിക്കും ഐലൻഡാണ്, ഐലാൻഡാണ്. ദ ലാൻഡ് വെർ യു ക്യാൻ റെക്കഗ്നൈസ് ദ റിയൽ എസൻസ് ഓഫ് ഐലാൻഡാണ്. അത് മണിദ്വീപാണ്. അതാണ് ദേവിയെ ശ്രീവിദ്യാ സമ്പ്രദായത്തില് ചിന്താമണി ദ്വീപ് എന്നാണ് അവർ പറയാം. ആ ചിന്താമണി ദ്വീപ്, ചിന്തകളൊക്കെ തന്നെ പോയി അടങ്ങുന്ന ഒരു മണിദ്വീപുണ്ട് ഹൃദയത്തില്. ആ മണിദ്വീപാണ് ഹാർദാകാശം, ദഹരാകാശം, ഹൃദയം എന്നൊക്കെ പറയണത്. അതിന് ഈ ശരീരത്തിന്റെ അന്തർഭാഗത്ത് എന്ന വണ്ണമാണ് നമ്മളുടെ അനുഭൂതിയെങ്കിലും അതിന് ശരീര സംബന്ധമില്ല, മനസ്സിനോട് സംബന്ധമില്ല, ബുദ്ധിനോട് സംബന്ധമില്ല, ഞാനെന്ന് പറയുന്ന ഈ അഭിമാനത്തിനോടേ സംബന്ധമില്ല, ഈ വ്യക്തിത്വത്തിനോടേ സംബന്ധമില്ല. കുറച്ചു നേരത്തേക്ക് നമ്മൾക്ക് പാസ്പോർട്ടും വിസയൊന്നും കൂടാതെ ഒരു ഗ്ലിംസ് ആയിട്ട് സുഷുപ്തി അവസ്ഥയിൽ മാത്രം അവിടെ ഇത്തിരി കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു നേരം ഇരുത്തിയിട്ട് ദിവസം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അറിയാതെ നമ്മളൊക്കെ പറയുന്നത് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ഒരു സമാധാനമായിരുന്നു. ആ സമാധാനം എങ്ങനെ വന്നു എന്നറിയില്ല. കുറച്ചു നേരത്തേക്ക് കണ്ണുമൂടി കെട്ടിയിട്ട് വൈകുണ്ഠത്തിലും കൈലാസത്തിലും ഒക്കെ കൂട്ടിക്കൊണ്ടുപോയി കണ്ണുമൂടി കെട്ടിയിട്ട് സ്വരൂപത്തിൽ പിടിച്ച് ഇരുത്തിയിട്ട് കൊണ്ടുവന്നു. അറിയാതെ സത്തിൽ ഇരുന്നിട്ട് പുറത്തു വന്നു. അതാണ് ഭാഷ്യക്കാരൻ പറയണത്, ഏവം വിദ് അഹരഹ സ്വർഗം ലോകമേതി. ഇങ്ങനെ അറിഞ്ഞവൻ ദിവസം ദിവസം വൈകുണ്ഠത്തിലേക്ക് പോകണം, കൈലാസത്തിൽ പോകണം. അറിഞ്ഞിട്ടില്ലെങ്കിലോ നവിദുഹു, അഹരഹർ ഗച്ഛന്ത്യോ നവിദുഹു. ദിവസം പോകണു, അറിയണില്ല. ആ മണിദ്വീപ് നമ്മളുടെ ഹൃദയത്തിലുണ്ട്. ആ മണിദ്വീപ് അതിന്റെ ഭാഷയാണ് മൗനം. ദക്ഷിണാമൂർത്തി എന്ന് പറയണമല്ലോ, ആ മണിദ്വീപിന്റെ ഭാഷയാണ് മൗനം. ഒരു ശിഷ്യൻ മുമ്പിൽ വന്നിരിക്കുമ്പോ ശിഷ്യനുള്ളിൽ ഒരു സംശയവും ഒരു വേദനയും വിഷമവും ഒക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയുമ്പോ ആ പറയണ വാക്ക് പോയി ഉള്ളിൽ അന്തരംഗത്തിൽ ആ മണിദ്വീപത്തിൽ പോയി ഒരു ആഘാതം ഉണ്ടാക്കും. ഇപ്പൊ മണിയിലെ ഒരു അടിയടിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഒരു പ്രതിപ്രസരണം വരണ പോലെ ശിഷ്യൻ ആ ഗുരുവിന്റെ അടുത്ത് ചെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലുള്ള വേദനയുടെ അഥവാ അതിന്റെ മുമുക്ഷുത്വത്തിന്റെ ബലത്തിന്റെ ഊക്കിനനുസരിച്ച് ഗുരുവിന്റെ മനസ്സിനെയും തരണം ചെയ്ത് ആ മണിദ്വീപത്തിൽ ഹൃദയസ്ഥാനത്തിൽ പോയിട്ട് ഒന്ന് സ്പർശിക്കും. ആ ഹൃദയസ്ഥാനം അതിന് സർക്കംഫറൻസ് ഇല്ല. അത് ഒരിടത്ത് സെന്റേർഡ് ആയിട്ടിരിക്കണമെങ്കിലും അത് സർക്കംഫറൻസ് ഇല്ലാത്ത സെന്ററാണത്. അത് സർവാത്മഭാവത്തിന്റെ സ്ഥാനമാണത്. അത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ എന്ന വണ്ണമാണ് അറിയപ്പെടുന്നുണ്ടെങ്കിലും സർവാത്മഭാവം അവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ ചെന്ന് ഒന്ന് തൊടുമ്പോ അവിടുന്ന് ഒരു പ്രതിപ്രസരണം വാക്കിന്റെ രൂപത്തിലോ മന്ത്രത്തിന്റെ രൂപത്തിലോ ഉപദേശത്തിന്റെ രൂപത്തിലോ അഥവാ വെറും മൗനത്തിന്റെ രൂപത്തിലോ ഒരു പ്രതിപ്രസരണം ഇങ്ങോട്ട് വരണത് ഈ ശിഷ്യന് വിശ്രാന്തിദായിനി ആയ ചിത് ശക്തിയായിട്ടിരിക്കും. ആ പ്രതിപ്രസരമാണ് മൗനം എന്ന് പറയണത് ഇവിടെ. ആ പ്രതിപ്രസരണമാണ് മൗനം. അലൗകിക ഭാഷ, ദേവഭാഷ, യോഗഭാഷ, അപൗരുഷേയ ഭാഷ, സമാധിഭാഷ, എന്നൊക്കെ പറയാൻ കഴിയാതെ നമ്മൾ പറയണത്. സമാധിഭാഷ, ആപ്തകാമന്റെ ഭാഷ, ആപ്തവചനം എന്നൊക്കെ പറയണം. എന്താണെന്ന് വെച്ചാൽ ആ സെന്റർ ഇൻഫാലിബിൾ ആണ്. അവിടെ ഒരു തെറ്റ് വരാൻ പറ്റില്ല. ബുദ്ധിയിൽ തെറ്റ് വരും, മനസ്സിൽ തെറ്റ് വരും, ഭാഷയിൽ കുഴപ്പം വരും.
ചിലപ്പോ ചോദിച്ചാൽ ശരിയായ സ്ഥലത്തുനിന്ന് ഉത്തരം വരില്ല. പക്ഷേ ഒരു ഉത്തമ ജിജ്ഞാസുവിന് തനിക്ക് സത്യം വേണമെന്നും തനിക്ക് ശാന്തി വേണമെന്നും പരമാർത്ഥ നിശ്ചയം വേണമെന്നുള്ള ഉത്കടമായ പ്രബലമായ വാഞ്ച ഉണ്ടെങ്കിൽ അത് പ്രപഞ്ചന ഒരു ഭഗവത്പാദർ പറയുന്നത് ഒരു പ്രപഞ്ചനം എന്ന് വെച്ചാൽ കാറ്റ്, കൊടുങ്കാറ്റിന്റെ പവർ പോലെ, ഒരു സ്റ്റോം പോലെ അത് ആ ഹൃദയസ്ഥാനത്തിൽ പോയി ആ സെന്ററിൽ പോയി ഒരു ആഘാതം ഏൽപ്പിക്കുകയും ആ സെന്റർ എല്ലാവരിലും ഓപ്പൺഡ് അല്ലല്ലോ അല്ലേ, അതിന് ദക്ഷിണാമൂർത്തി വേണ്ടിയിരിക്കും. ആ ജ്ഞാനനിഷ്ഠനായ സ്വാനുഭൂതി അനുഭൂതി സമ്പന്നനായ ആചാര്യന്റെ ഹൃദയത്തിലുള്ള ആ മണിദ്വീപിൽ നിന്നും ഈ ഉപദേശം എന്ന് പുറത്തേക്ക് വരണു, ഉപദേശ രൂപത്തില് പുറത്തേക്ക് വരണു. ചിലപ്പോഴൊക്കെ അതുകൊണ്ട് ചില മഹാപുരുഷന്മാരുടെ അടുത്തുള്ള ശിഷ്യന്മാർക്കൊക്കെ ചിലപ്പോൾ ഗുരു ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ ഇവർക്ക് പറഞ്ഞതായിട്ട് തോന്നും. ചിലപ്പോൾ സ്വപ്നത്തിൽ അനുഗ്രഹം ഉണ്ടാവും, ചിലപ്പോൾ വാക്കിലുണ്ടാവും. ഇതൊക്കെ ഈ അലൗകിക ശക്തിയെ സമ്മതിക്കാതെ നമുക്ക് വയ്യ. ബാക്കി നമ്മളുടെ മെന്റൽ ഫോഴ്സൊക്കെ വളരെ ഫാലിബിളാണ്, അതിലൊക്കെ തെറ്റുണ്ടാവും. അതുകൊണ്ട് മഹാപുരുഷന്മാരുടെ സമ്പർക്കത്തിലിരിക്കണവർക്ക് ഈ ഒരു ഭാഷ അറിയാം. ഭാഷയിലൂടെ അല്ല വിനിമയം നടക്കുക, ഭാഷയ്ക്ക് അതീതമായി ഭാവബലത്തിനാൽ ഭാവനാതീത സദ്ഭാവം എന്നാണ് ഭഗവാൻ. ഭാവനാതീതമായ ഒരു വിനിമയം നടക്കും. ആ ഗുരു അങ്ങനെ വിനിമയം ചെയ്യുന്ന ഗുരുതത്വം, അതാണ് ദക്ഷിണാമൂർത്തി തത്വം. ആ ഗുരുതത്വത്തിനെ അറിഞ്ഞ ആൾക്ക് പിന്നെ അയാളുടെ ഗുരുവിന് മരണമൊന്നുമില്ല. ആ ഗുരു വ്യക്തിയൊന്നുമല്ല, അയാൾക്ക് ആ ഗുരു സച്ചിദാനന്ദമായ വസ്തുവാണ്, പൂർണ്ണമായ വസ്തുവാണ്. ആ ഗുരുവിന് ജനനമോ മരണമോ ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മളപ്പോ ഗുരുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈശ്വരനെ കണ്ടു കഴിഞ്ഞു എന്നൊക്കെ പറയണത്. ഗുരുവിനെ ശരീരമായിട്ടും മനസ്സായിട്ടും മാത്രമൊക്കെ കണ്ടാൽ പല കുഴപ്പങ്ങളുണ്ടാവും. അതിനപ്പുറമുള്ള ആ പൂർണ്ണ വസ്തുവിനെ ദർശിക്കാനുള്ള ഒരു ഭാഗ്യം ആർക്ക് സിദ്ധിച്ചോ അവർക്ക് ഒരിക്കലും ആ ഗുരുവിൽ നിന്നൊരു പിരിഞ്ഞിരിക്കുക എന്നുള്ളതില്ല, വിരഹം എന്നുള്ളതില്ല. അത് ആത്മാനുഭൂതിക്ക് കാരണമായിട്ട് തീരുന്നു, പൂർണ്ണാനുഭൂതിക്ക് കാരണമായിട്ട് തീരുന്നു. അങ്ങനെയുള്ള ആ ഗുരുതത്വത്തിനെയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമാണ്. ഇത് മനസ്സിലാവാനുള്ള കാര്യമല്ല. ഇതും പറഞ്ഞത് ഇതും ഇപ്പൊ മണിദ്വീപാണ് സംസാരിച്ചത്. ഇതും അലൗകിക ഭാഷയാണ്, ഇതും ലൗകിക ഭാഷയല്ല. അതുകൊണ്ട് ഇത് ആകാശഗംഗയാണ്. ഇത് എന്നുവെച്ചാൽ അതില് വേറെ ഭൂസ്പർശമില്ലാത്ത വസ്തുവാണ്. അതങ്ങനെ ഗ്രഹിച്ചാൽ നമ്മൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നമ്മൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹീതരായിട്ട് തീരും. ആ തത്വത്തിനെയാണ് നമ്മൾ ദക്ഷിണാമൂർത്തി എന്ന് പറയണത്. ആ ഭഗവാൻ ദക്ഷിണാമൂർത്തി, ശിവനെ ശങ്കരൻ എന്ന് പറയുമ്പോൾ ദക്ഷിണാമൂർത്തി എന്നാണ് അർത്ഥം. ശം കരോതി ഇത് ശങ്കര, സദാശിവൻ, ശങ്കരൻ, ശിവൻ എന്നൊക്കെ പറയുന്ന രൂപം ജ്ഞാനപരമായിട്ട് മാത്രമാണ്. വേദത്തിൽ രുദ്രൻ എന്നുള്ള ഭാവമുണ്ട്, അത് ഉഗ്രമായ രൂപമാണ്. ഇത് അനുഗ്രം, ഉന്മൃതിതകാലലാഞ്ചനം, അനുഗ്രമാണ്. അനുഗ്രഹമായ ശാന്തമായ ജ്ഞാനസ്വരൂപമായ ഈ ദക്ഷിണാമൂർത്തിയെ ആ ആശയത്തിന് ഭഗവത്പാദർ ഹൃദയത്തിൽ വെച്ചു. 2 സ്തോത്രം മുഖ്യമായിട്ട്, 3-4 സ്തോത്രം ഭഗവത്പാദർ വിരചിതമായിട്ട് തന്നെ ദക്ഷിണാമൂർത്തി സംബന്ധമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് നമ്മൾ പറയുന്ന ഈ ദക്ഷിണാമൂർത്തി സ്തോത്രം. പക്ഷേ ഈ ആത്മതീർത്ഥത്തിൽ അവസാനം അദ്ഭുതമായ ഒരു ദക്ഷിണാമൂർത്തി സ്തോത്രം അവസാനം നമ്മൾ ഇട്ടിട്ടുണ്ട്. സിദ്ധേശ്വരനായ ദക്ഷിണാമൂർത്തിയെ രൂപം വർണ്ണിച്ച്, അതായത് ഒരു മുമുക്ഷുവിന്, ബ്രഹ്മചാരിക്ക് ആത്മജ്ഞാനത്തിനായി ഉപാസനാർത്ഥം ശിവനെ എങ്ങനെ ധ്യാനിക്കണം എന്ന് പറയുമ്പോ ആചാര്യസ്വാമി പറയണതാണ്, ഉപാസകാനാം യദുപാസനീയം
ഉപാസകന്മാർ ഉപാസിക്കേണ്ടതാണെന്നാണ്. എന്താണ് ഉപാസിക്കേണ്ടത്? ഉപാത്തവാസം വടശാഖിമൂലേ. ആ വടവൃക്ഷത്തിന്റെ ചുവട്ടില് നമ്മളിപ്പോ വായിച്ചില്ലേ, ചന്ദ്രികാധവള ചകചകായമാനമായ രജതഗിരി കണ്ടു. അതിന്റെ ചുവട്ടില് സിദ്ധേശ്വരൻ, ഹാടകേശ്വരന്റെ രൂപം കണ്ടു. നമുക്ക് അദ്ഭുതമായ ഒരു പാരഗ്രാഫ് വായിച്ചു ഇപ്പോ കുറച്ചു നേരം മുമ്പ്. ദക്ഷിണാമൂർത്തി തന്നെയാണത്. ആ രൂപത്തിനെയാണ് ഇവിടെ വർണ്ണിക്കണത്. ഉപാസകാനാം യദുപാസനീയം. ശിവനെ എങ്ങനെ ധ്യാനിക്കണം? ഉപാത്തവാസം വടശാഖിമൂലേ. അദ്ഭുതമായ ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം. തിരുവണ്ണാമലയില് രമണാശ്രമം വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ 1000 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു മൂർത്തിയുണ്ട് അവിടെ. രമണാശ്രമത്തിന് മുമ്പിൽ തന്നെ. ആശ്രമത്തിൽ നിന്ന് പുറത്തു വന്നാൽ ഇടതുവശത്തായിട്ട് അമ്പലം, ചെറിയ അമ്പലം റോഡ് സൈഡിലുണ്ട്. നിങ്ങൾ പോയാ അടുത്തു പോയിട്ട് കാണണം ആ യോഗനിദ്ര. അപ്പൊ ആശ്രമത്തിൽ തന്നെ ദക്ഷിണാമൂർത്തിയുടെ രൂപമുണ്ട്. പുതിയതാണത്. ഈ മൂർത്തിയെ നിങ്ങൾ ചെന്ന് കണ്ടാൽ ഈഷസ്മിതലോചന എന്ന് പറയും. അല്പം ഉള്ളിലങ്ങനെ പൊന്തി വിരിയുന്ന ആനന്ദം പുറമേക്ക് അങ്ങനെ കുമിഴുന്നു വരുന്ന രീതിയിൽ മന്ദഹസിച്ചുകൊണ്ട് സമാധിസ്ഥിതനായിട്ടിരിക്കുന്ന ഒരു മൂർത്തിയാണ്. ആ രൂപത്തിനെ ഹൃദയത്തില് ധ്യാനിക്കണമെന്നാണ്. ഉപാസകാനാം യത് ഉപാസനീയം ഉപാത്തവാസം വടശാഖിമൂലേ. ആ വടവൃക്ഷത്തിന്റെ ചുവട്ടില് തദ്ധാമ ദാക്ഷിണ്യജുഷാസ്വമൂർത്യാ. ഇവിടെ കാരുണ്യത്തിനാണ് ദക്ഷിണ എന്ന് പറയണത്. ദാക്ഷിണ്യജുഷാസ്വമൂർത്യ. എന്തിനാ രൂപത്തോടുകൂടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു? ഇതൊക്കെ തന്നെ ഇപ്പോ രോഗം വരണു അല്ലേ? രോഗം വരുമ്പോ ആയുർവേദക്കാർ പറയും രോഗം വന്നാൽ മരുന്ന് അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. രോഗം വന്നാൽ കീഴാർ നെല്ലിയും കുറുന്തോട്ടിയും ഒക്കെ അവതാരമാണ്. ധന്വന്തരി എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഗ്രഹമുണ്ട്. ഈ ഓഷധി വനസ്പതികളുടെ രൂപത്തിൽ അവതരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഈ സംസാര രോഗം വരുമ്പോ, ദുഃഖം വരുമ്പോ ആരെന്നെ കരകയറ്റുമെന്ന് പറയുമ്പോ ദാക്ഷിണ്യജുഷാസ്വമൂർത്യാ ജാഗർത്തു ചിത്തേ മമ ബോധരൂപം. എന്റെ ഹൃദയത്തില് ജാഗ്രത്തു ഉദിച്ചു വരട്ടെ എന്ന്, പ്രകാശിക്കട്ടെ. എന്താണ് പ്രകാശിക്കേണ്ടത്? ആ മൂർത്തി, സാ മൂർത്തി. ഏതു മൂർത്തിയാം? ദാക്ഷിണ്യജുഷാസ്വമൂർത്തിയ. കരുണയോടുകൂടെ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മമ ചിത്തേ ബോധരൂപം ജാഗർത്തു എന്നാണ്. ബോധസ്വരൂപമായി, ആത്മസ്വരൂപമായി ജാഗർത്തു എന്ന് വെച്ചാൽ ലെറ്റ് ഇറ്റ് വേക്ക് അപ്പ്. അത് എന്റെ ഹൃദയത്തിൽ ഉണരട്ടെ എന്ന് പറഞ്ഞിട്ട് ആചാര്യസ്വാമി പറയാണ് ഞാൻ കണ്ടു എന്ന് വെച്ചാൽ ഈ ജ്ഞാനപരമ്പരയിലെ മഹാചാര്യന്മാരായിട്ട് വന്നിട്ടുള്ളവർക്കൊക്കെ ഈ ദക്ഷിണാമൂർത്തിയുടെ ദർശനം ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ രമണ ഭഗവാൻ പോലും പറയാതെ പറഞ്ഞിട്ടുണ്ട്. അരുണാചലത്തില് സിദ്ധരൂപിയായിട്ട് ഭഗവാനെ ഒരു രൂപത്തിൽ കണ്ടു എന്ന്. ഇതിനും ബ്രഹ്മവിദ്യക്കും ഒക്കെ എല്ലാം ബ്രഹ്മവിദ്യയില് ഒന്നുമില്ല എന്ന് പറയുമ്പോഴും അത് പൂർണ്ണമാണ്. വരുമ്പോ ദേവതകൾ നമ്മളെയൊക്കെ കാണുന്നത് പോലെ വിശിഷ്ടമായ ദർശനമായിട്ട് ആ ഈശ്വര ദർശനം, ആ പരമ്പരയിലുള്ള മൂർത്തിയുടെ ദർശനം അദ്രാക്ഷം എന്ന് വെച്ചാൽ ഞാൻ കണ്ടു എന്നാണ്. എന്താ കണ്ട്? അദ്രാക്ഷം അക്ഷീണ ദയാനിധാനം. അക്ഷീണ ദയാനിധാനം എന്ന് വെച്ചാൽ നമ്മൾ കാണിക്കുന്ന തോന്നിയാവാസങ്ങളൊന്നും കണക്കിലെടുക്കാതെ കാരുണ്യം പൊഴിക്കുകയാണെന്നാണ്. എന്നുവെച്ചാൽ നമ്മളുടെ തോന്നിയാവാസമാണോ വലുത്, ഭഗവാന്റെ കരുണയാണോ വലുത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്താതെ എന്നെ എത്ര വേണമെങ്കിൽ തല്ലിക്കോളൂ, ഞാൻ നന്നാവില്ല അച്ചോ എന്ന് പറയണ ഒരു കഥ പറയുമല്ലോ അല്ലേ? അതുപോലെ നമ്മൾ എത്ര സംസാരത്തിൽ വിഷമിച്ചാലും എത്ര ദുഃഖം വന്നാൽ പിന്നെയും പഴയ സ്വഭാവം തന്നെ. ചിലരൊക്കെ പറയും സ്വാമി എപ്പം മാറും, വാസനകളൊന്നും പോണില്ല. ഇപ്പോഴാണ് ശതാഭിഷേകം കഴിഞ്ഞത്. ശതാഭിഷേകം കഴിഞ്ഞ ആളാണ് പറയണത് 40 വർഷമായിട്ട് ഞാൻ സാധന ചെയ്യണു, വാസനയൊന്നും പോണില്ല. അപ്പൊ ഭഗവാനോ ഇങ്ങനെയുള്ള നമ്മളെയും വെച്ച് പൊറപ്പിച്ചുകൊണ്ട് അക്ഷീണതയാനിധാനം, ക്ഷീണിക്കണേ ഇല്ല. ആ കരുണ പൊഴിക്കുന്നതിൽ ക്ഷീണമേ ഇല്ല, തളർന്നു പോണില്ല. ചിലപ്പോ ഭഗവാനോട് ഭക്തന് കരുണ തോന്നും, എന്നെ വെച്ച് പൊറപ്പിച്ചുകൊണ്ട് എത്ര കാലമായിട്ട് എന്റെ തോന്നിയാവാസങ്ങളും എന്റെ വിഷമങ്ങളും ഒക്കെ സഹിച്ചിട്ടും വെച്ചുകൊണ്ടിരിക്കണമല്ലോ എന്നാണ്. അക്ഷീണതയാനിധാനം
ആചാര്യമാദ്യം വടമൂലഭാഗേ. ആദി ഗുരുവായിട്ട് വടവൃക്ഷത്തിന്റെ ചുവട്ടില് മൗനേന മന്ദസ്മിതഭൂഷിതേന, മൗനമായിട്ടിരിക്കണം. ആ മൗനം, പ്രബലമായ മൗനം. ഹൃദയത്തിൽ ഒരു അലങ്കാരമുണ്ട് ഭഗവാൻ. എന്താ അലങ്കാരം എന്ന് വെച്ചാൽ ഒരു മന്ദസ്മിതം. ഈഷത് സ്മിത ശോഭിതാനന. അങ്ങനെ ഉള്ളിലൊരു ആനന്ദം വരുമ്പോൾ മുഖമങ്ങനെ വിടർന്ന് പ്രകാശിച്ചുകൊണ്ടൊരു മന്ദസ്മിതം. മഹർഷിലോകസ്യ തമോനുദന്തം. മഹർഷിമാരൊക്കെ മുമ്പിൽ പോയി ഇരിക്കണു. അവരുടെ അജ്ഞാനം ആകുന്ന ആവരണം നീങ്ങണു. എങ്ങനെയെന്ന് വെച്ചാൽ ഭഗവാൻ ഒന്ന് നോക്കി മന്ദഹസിച്ചാൽ മതി. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം. ഗോപസ്ത്രീകൾ പറയുന്നു, കൃഷ്ണൻ ഒന്ന് നോക്കി ചിരിച്ചു. ഉള്ളില് രഹസി സംവിധ, ജ്ഞാനുണ്ടായെന്നാണ് ഹൃദയത്തിൽ. വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തതൊക്കെ ഹൃദയത്തിൽ പ്രകാശിച്ചു. ആത്മാനുഭൂതി ഉണ്ടായി, സ്വാനുഭവം ഉണ്ടായിന്ന്. മൗനേന മന്ദസ്മിതഭൂഷിതേന മഹർഷിലോകസ്യ തമോനുദന്തം വിദ്രാവിതാശേഷതമോ ഗണേന മുദ്രാവിശേഷേണ മുഹുർമുനീനാം നിരസ്യമായാം ദയയാ വിധത്തെ ദേവോ മഹാൻ തത്വമസീതി ബോധം. ഭഗവാൻ തത്വമസി എന്ന് പറഞ്ഞു അത്രേ. എങ്ങനെയാ പോയെന്ന് വെച്ചാൽ സനകാദികൾ പോയിരുന്നു. മുമ്പില് ദക്ഷിണാമൂർത്തിയെ കണ്ടു. നമ്മുടെ ആനന്ദശിവസ്തവത്തിലെ വാക്ക് വന്നു, സനകാദികൾ അൻപൊടു കുമ്പിടും പ്രിയമെന്നൊരു വാക്കിനു നീ പൊരുൾ. സനകാദികൾ അൻപൊടു കുമ്പിടും പ്രിയമെന്നൊരു വാക്കിനു നീ പൊരുൾ. ആ സനകാദികൾ ചെന്ന് വീണ് നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോ മുമ്പില് പരബ്രഹ്മവസ്തുവിനെ കാണുന്നു. ഞങ്ങളോ സാധാരണ ജീവൻ, ശരീരത്തോടെ മനസ്സോടെ അജ്ഞാനത്തോടെ പല വിഷമങ്ങളോടെ ഇരിക്കുന്ന ജീവൻ. ഞങ്ങളുടെ അജ്ഞാനം എവിടുന്ന് പോകും എന്ന് പറഞ്ഞപ്പോ ദക്ഷിണാമൂർത്തി ഇങ്ങനെ ഈ വിരലെടുത്ത് അങ്ങനെ കാണിച്ചു അത്രേ. നമ്മള് വിജ്ഞാനരമണീയത്തിലേക്ക് പുറപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് 2 പേര് വരികയാണെന്ന് വെച്ചോളൂ, പുറപ്പെടാണ്. അപ്പോ ഒരാൾ കാത്തു നിൽക്കണു, വേറെ ഒരാൾ വന്നു. ഇങ്ങനെ കാണിച്ചാൽ പോരെ, എവിടേക്കാ പോകണമെന്ന് ഇനിയൊക്കെ പറയണോ അല്ലേ? ഇങ്ങനെ കൈകൊണ്ട് പോവാം എന്ന് കാണിച്ചാൽ ആ മുദ്ര ഇറ്റ് കൺവേസ് കംപ്ലീറ്റ്ലി എവറിത്തിങ് അല്ലേ? എന്താന്ന് വെച്ചാൽ ബാക്കിയൊക്കെ തയ്യാറായി കഴിഞ്ഞു ഉള്ളില്. അതുപോലെ സനകാദികൾ ദക്ഷിണാമൂർത്തിയുടെ മുമ്പിൽ വന്നിരുന്നതും മുദ്രാവിശേഷേണ മുഹുർമുനീനാം. ഇത് ജീവനെ കാണിക്കുന്നതാണ്, അഹങ്കാരത്തിനെ കാണിക്കുന്നതാണ് ഈ ചൂണ്ടുവരൽ. അവൻ, ഇവൻ, ഞാൻ, എല്ലാം ഇതുകൊണ്ടാണ് ത്വം, അഹം, ഇതം, ഇതീയം, കൽപ്പന, എല്ലാം ഈ വിരൽ കൊണ്ടാണ്. അവൻ അല്ല, ഇത് ബ്രഹ്മവാചിയാണ്. ഈ കട്ടവിരലുണ്ടല്ലോ അത് ബ്രഹ്മവാചിയാണ്. അതില്ലാതെ ഒരു വിരലും പ്രവർത്തിക്കില്ല, അത് പ്രത്യേകിച്ചൊന്നും ചെയ്യൂല. അതില്ലാതെ ഒന്നും പ്രവർത്തിക്കില്ല. അങ്കുഷ്ടമാത്ര പുരുഷ. ചില സൂക്കേടുകൾക്കൊക്കെ എന്താ പറയാന്ന് വെച്ചാൽ ഒരു പ്രായശ്ചിത്ത വിധിയുണ്ട്. എന്താ പ്രായശ്ചിത്തം എന്ന് വെച്ചാൽ ഈ അങ്കുഷ്ടത്തിന് ശ്രീരുദ്രം ചൊല്ലി അഭിഷേകം ചെയ്യാം. ശ്രീരുദ്രം ചൊല്ലി അഭിഷേകം ചെയ്തിട്ട് ആ തീർത്ഥജലം കുടിക്കുക. എന്താ ഈ അങ്കുഷ്ടത്തിന് വിശേഷമുള്ളത്? ഇത് ശിവലിംഗാണെന്നാണ്. അതിന് ഹൃദയസ്ഥാനവുമായിട്ട് നേരിട്ടുള്ള ബന്ധമുണ്ട് യോഗമാർഗത്തില്. അപ്പൊ ഈ അങ്കുഷ്ടം ബ്രഹ്മവാചിയാണ്. അങ്കുഷ്ടമാത്രനാണ് പുരുഷൻ എന്ന് പറയുന്നു. അങ്കുഷ്ടം ച സമാശ്രിത. വേദം തന്നെ പറയുന്നത് അങ്കുഷ്ടത്തിൽ ഇരിക്കണമെന്നാണ്. ഈശ സർവസ്യ ജഗതഃ. അപ്പൊ ആ അങ്കുഷ്ടത്തിനെയും കാണിച്ചു, ഈ ചൂണ്ടുവിരലും കാണിച്ചു. അങ്ങനെയിരുന്നു തത്വമസീതി ബോധം. പറഞ്ഞില്ല, നീ തന്നെ ഞാൻ, ഞാൻ തന്നെ നീ, രണ്ടും വേറെയല്ല.
ത്വമേവാഹം ത്വമേവാഹം, നീ തന്നെ ഞാൻ എന്ന് എങ്ങനെ പറഞ്ഞു? പറയാതെ മുദ്രാവിശേഷേണ മുഹുർമുനീനാം വിദ്രാവിതാശേഷതമോഗണേന. അശേഷതമോഗണം എന്ന് വെച്ചാൽ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഇരുട്ട് ഒരു വിളക്ക് കൊളുത്തുമ്പോഴേക്കും പോണ പോലെ മുദ്രാവിശേഷേണം. ഒരു വേർഡ് പോലും ഉപയോഗിച്ചില്ല, ഒരു ലെക്ചറൊന്നുമില്ല, ഒരു പ്രസംഗമൊന്നുമില്ല. മുദ്രാവിശേഷേണ മുഹുർമുനീനാം നിരസ്യമായാം. ആ ക്ഷണത്തില് അജ്ഞാനം അങ്ങോട്ട് പോയി. ദയയാ വിധത്തെ. എന്താ കൊടുത്ത്? ദേവോ മഹാന് തത്വമസീതി ബോധം. തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പൊരുള് പ്രകാശിച്ചു. ജീവബ്രഹ്മൈക്യരൂപമായ ജ്ഞാനം, വൃത്തിജ്ഞാനം ഹൃദയത്തിലുണ്ടായി. ആ മുദ്രാവിശേഷം കൊണ്ട് തന്നെ സാക്ഷാത്കാരം ഉണ്ടായി. അപാര കാരുണ്യസുധാതരംഗൈ അപാംഗപാതൈരവലോകയന്തം. കൊടുത്തിട്ട് കിട്ടിയോ എന്ന് പറഞ്ഞ് പ്രിയമായിട്ട് പ്രേമത്തോട് നോക്കിയത്രേ. അപാംഗപാതൈരവലോകയന്തം കഠോര സംസാര നിദാഘതപ്താന് മുനീനഹം നൗമി ഗുരും ഗുരൂണാം. മമാദ്യദേവോ വടമൂലവാസീ കൃപാവിശേഷാത് കൃതസന്നിധാനഹം. ഓംകാരൂപാം ഉപദിശ്യ വിദ്യാം ആവിദ്യഗധ്വാന്തമപാകരോതു. ഈ ശ്ലോകത്തിൽ തന്നെ ആചാര്യസ്വാമി ദക്ഷിണാമൂർത്തിയോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ആലംബ വിദ്യ കൂടെ തരണം എന്നാണ്. വെച്ചാൽ ഈ ചിന്മുദ്ര കൊണ്ട് തന്നെ ബ്രഹ്മവിദ്യയെ പ്രകാശിപ്പിച്ചു. പക്ഷെ ഒരു വിളക്ക് കൊളുത്തിയാൽ അത് കൊണ്ടുപോകാൻ, ഒരു ദീപം കൊടുത്താൽ അതിനൊരു വിളക്ക് വേണമല്ലോ പിടിക്കാൻ. ആ ദീപത്തിനെ നിലനിർത്തിക്കൊണ്ടുപോവാനും അതിൽ എണ്ണ ഒഴിച്ച് തിരിവിട്ട് നിർത്തിക്കൊണ്ടുപോവാൻ ഒരു വിളക്ക് തരുമോ എന്ന് ചോദിക്കണ പോലെയാണ് ഓംകാര രൂപാം ഉപദിശ്യ വിദ്യാം. ഒരു ഉപാസനാമാർഗം. തസ്യ വാചക പ്രണവ. പതഞ്ജലി യോഗസൂത്രത്തിൽ പറഞ്ഞു ഈശ്വരൻ പ്രണവമാണെന്നാണ്. പ്രണവരൂപത്തിലിരിക്കുന്നു. ആ പ്രണവത്തിനെ ആശ്രയിച്ചും കൊണ്ട് ഈ ജ്ഞാനമാകുന്ന ദീപത്തിനെ നിലനിർത്തിപ്പോരാനായിട്ട് ഓംകാരരൂപമായ വിദ്യയെ എനിക്ക് ഉപദേശിച്ച് ആവിദ്യധ്വാന്തമപാകരോത്തു, എന്റെ ഉള്ളിലുള്ള ഇരുട്ട് മുഴുവൻ നീക്കട്ടെ എന്ന് പറഞ്ഞ് മുമ്പിലിരിക്കുന്ന ഭഗവാനെ വർണ്ണിക്കണു. ഇതുപോലൊരു എന്ന് വെച്ചാൽ വാക്കിന് സാക്ഷാത്തായിട്ട് പ്രത്യക്ഷ ദർശനം തരാനുള്ള ഊക്കമുണ്ട്, ബലമുണ്ട്. അതിനാണ് അടുത്ത ശ്ലോകത്തില് ശിവന്റെ വർണ്ണം വർണ്ണിക്കുകയാണ്. ദക്ഷിണാമൂർത്തിയായിട്ട് ഭഗവാൻ ഇരിക്കുമ്പോൾ എന്താ വർണ്ണം എന്ന് വെച്ചാൽ കലാഭിരിന്തോരിവ കൽപ്പിതാംഗം. ഇങ്ങനൊരു വർണ്ണന ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മൾ പൂർണ്ണചന്ദ്രനെയൊക്കെ കാണുമ്പോൾ നല്ല പൗർണമി ദിവസം എന്താ ആ ചന്ദ്രനെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നും. വെള്ളി കൊണ്ടോ ഒരു പ്രത്യേക പദാർത്ഥം കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്ന് ഭാവന ചെയ്യാം നമുക്കല്ലേ. ആ ചന്ദ്രൻ നമ്മൾ ദൂരത്ത് നിന്ന് കാണുന്ന അതേപടി ഒരു പീസ് നമ്മളുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതിന്റെ കളർ, അതിന്റെ വർണ്ണന, അതിന്റെ കുളിർമ, ശീതളത, അതിന്റെ മനോഹരമായ ആ രൂപമുണ്ടല്ലോ, ആ ചന്ദ്രനെ കൊണ്ട് ഉണ്ടാക്കിയൊരു വിഗ്രഹം എന്നാണ്. തലയിൽ മാത്രം ചന്ദ്രകലാധരനല്ല, കലാഭിഹി ഇന്ദോഹോ ഇവ കൽപ്പിതാംഗം. തലയിൽ ചന്ദ്രകല ധരിച്ചത് മാത്രം എന്ന് പറയുന്നില്ല. മുക്താകലാപൈരിവ ബദ്ധമൂർത്തി ആലോകയേ ദേശികം അപ്രമേയം അനാദി അവിദ്യാതിമിര പ്രഭാതം. അനാദികാലമായിട്ടുള്ള അവിദ്യയ്ക്ക് ഒരു സൂര്യോദയം. ആ വിദ്യ ഇന്നത്തോടെ അവസാനിച്ചു. ഇന്നത്തോടെ അജ്ഞാനം ഉള്ളിന്ന് നീങ്ങി ഇടതുകാൽ മുകളിലും വെച്ച് വലതുകാൽ ചുവട്ടിൽ ഊന്നി യോഗപഠത്തിലിരിക്കുന്ന ആ ദേവനെ ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ് പറയണത്. ഇതാണ് സ്വദക്ഷ ജാനുസ്ഥിത വാമപാദം പാദോദരാലങ്കൃത യോഗപട്ടം അപസ്മൃതേഹ ആഹിതപാദമംഗേ പ്രണോമി ദേവം പ്രണിധാനവന്തം. ഇങ്ങനെയൊക്കെ ദക്ഷിണാമൂർത്തിയുടെ രൂപം വർണ്ണിച്ചിട്ടുണ്ട്. പക്ഷേ
നമ്മളിപ്പൊ കാണാൻ പോകുന്ന ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഒരു രൂപവർണ്ണനയുമില്ല. ഇത് ഉപനിഷത്താണ്, ഇത് ബ്രഹ്മവിദ്യയാണ്. ഇതൊക്കെ നോക്കണം. നമ്മളുടെ സമ്പ്രദായത്തില് ശാസ്ത്രജ്ഞാനമുണ്ട്, ശാസ്ത്രത്തിന്റെ ജ്ഞാനത്തിന്റെ അനുഭൂതി ജ്ഞാനമുണ്ട്. ഇതിന് രണ്ടിനും മുമ്പിൽ രണ്ട് പടിയുണ്ട്: ജ്ഞാനം, വിജ്ഞാനം, രഹസ്യം, അംഗം. പക്ഷെ ഇത് തിരിച്ചാണ് ഇടേണ്ടത്. അംഗം രഹസ്യമാണ്. അംഗം എന്ന് വെച്ചാൽ സാധനാചതുഷ്ടയ സമ്പത്തി, സംസ്കാരമുള്ളവരായിട്ട് ഇരിക്കണം. അത് കഴിഞ്ഞാൽ ഉപാസന. ഉപാസനയാണ് രഹസ്യമെന്ന് പറയുന്നത്. അതാത് ഗുരുപരമ്പരകൾക്ക് ഒരു ഉപാസനാ മാർഗമുണ്ട്. ഇപ്പൊ ഭഗവാൻ രമണ ഭഗവാന്റെ പരമ്പരയിൽ വന്നവർക്ക് തന്നെ അരുണാചല സമ്പ്രദായമാണത്. അതുകൊണ്ടാണ് നമ്മുടെ ശ്ലോകം തന്നെ അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമേടേതം രമണാഖ്യമഹം. ഭഗവാൻ മാത്രമല്ല, ആ പരമ്പരയിൽ വന്നവരാണ് അരുണഗിരിനാഥരും പട്ടണത്താരും ഒക്കെ. അവരൊക്കെ അരുണാചല ജ്ഞാനസമ്പ്രദായം ആണത്. അവിടെ തന്നെ വിരൂപാക്ഷദേവർ, ഗുഹനമശിവായർ, ഗുരു നമശിവായർ, ഇവരൊക്കെ ആ സമ്പ്രദായത്തിൽ വന്നവരാണ്. അരുണാചലത്തിനായിട്ടുള്ള ഒരു യോഗമണ്ഡലം, ഒരു സമ്പ്രദായം, ഒരു രഹസ്യം, ഒരു വഴിയുണ്ട്. അത് അരുണാചലത്തിൽ പോയി ഇവിടെ ഉള്ള പലർക്കും അതറിയാം, അത് എന്താണെന്നറിയാം. പക്ഷെ അത് പറയാൻ പറ്റുമോ? ലോജിക്കലി എന്തെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ യുക്തി ചോദിച്ചാൽ ഒരു മലയെ പോയി ചുറ്റിയാൽ എന്ത് കിട്ടും? അത് മലയല്ലേ, എല്ലാ മലയും പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരമില്ല, അല്ലേ? അതിനെയാണ് നമ്മൾ അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറയുന്നത്. രഹസ്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യം, യുക്തിക്ക് വഴങ്ങാത്തത്, ലോജിക്കലി ഇറ്റ് കനോട്ട് ബി പ്രൂവ്ഡ്. അത് ആ രഹസ്യമാണ് ദക്ഷിണാമൂർത്തിയെ നമ്മളിപ്പോ ഉപാസനാമൂർത്തിയായിട്ട് നോക്കിയത്. ഇപ്പൊ പറയാൻ പോണത് ജ്ഞാനവും വിജ്ഞാനവുമാണ്. ഇനി പറയാൻ പോണ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് ഇങ്ങനത്തെ രഹസ്യമൊന്നുമില്ല. വേദാന്തമാണ്, ആത്മതത്വമാണ്. അതിനെ വേണ്ട വിധത്തിൽ കേട്ട് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്യുന്ന ആൾക്ക് കയ്യിലിരിക്കുന്ന നെല്ലിക്കനി പോലെ ആത്മതത്വം സാക്ഷാത്തായിട്ട് പ്രകാശിച്ച് വേണമെങ്കിൽ ഈശ്വരത്വം പോലും സിദ്ധിക്കും എന്നാണ് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന്റെ ഫലശ്രുതിയായിട്ട് ഭഗവത്പാദർ പറയണം. ഈശ്വരത്വം എന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ഈശ്വരത്വമല്ല, ഈശ്വരനുമായിട്ട് ഒന്നായി തീർന്നാൽ വേണമെങ്കിൽ ഭഗവാൻ ആ വ്യക്തിയെ ഒരു ഉപകരണമായിട്ട് ഉപയോഗപ്പെടുത്തും എന്നർത്ഥം ലോകത്തിൽ. അത്രയേ ഉള്ളൂ. അപ്പോ ആ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അതിലാദ്യം വിശ്വം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് എങ്ങനെയാ? വിശ്വം, അല്ലേ? ആദ്യത്തെ നാമം എന്താ വിഷ്ണു സഹസ്രനാമത്തില്? വിശ്വം. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവനഃ പൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. ഇങ്ങനെയാണല്ലോ ആരംഭം. വിശ്വം എന്നുള്ള വാക്ക് ഈ കാണുന്ന പ്രപഞ്ചം അത് മുഴുവൻ അലൈവാണ്, ചൈതന്യമയമാണ്. അതിൽ ഓരോന്നിലും നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരൻ പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വം. വിശതേഹേ പ്രവേശനാത്. വിശ് എന്ന് വെച്ചാൽ എൻറ്റർ, പ്രവേശിക്കുക. അത് തത് സൃഷ്ട്വാ തദേവാനുപ്രാവിശത് തദനുപ്രവിശ്യ സച്ഛത്യക്ഷാഭവത് നിരുക്തം ചാനിരുക്തം ച നിലയനം ചാനിലയനം ച വിജ്ഞാനം ചാവിജ്ഞാനം ച സത്യം ചാനൃതം ച സസത്യമഭവത്. ശ്രുതി തന്നെ പറയണത് ഭഗവാൻ പ്രവേശിച്ചു എന്നിട്ട് എല്ലാമായിട്ട് തീർന്നു എന്നാണ്. നിരൂപിക്കാവുന്നത്, നിരൂപിക്കാൻ പറ്റാത്തത്, നല്ലത്, ചീത്ത, നിത്യമായിട്ടുള്ളത്, അനിത്യമായിട്ടുള്ളത് എല്ലാം താൻ തന്നെ ആയിട്ട് അങ്ങോട്ട് തീർന്നു. അങ്ങനെ താൻ തന്നെ സൃഷ്ടിച്ച് താൻ തന്നെ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. ഈശ്വരൻ ജീവകലയാ പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിന് വിശ്വം എന്ന് പേര്.
ഇതം ഹി വിശ്വം ഭഗവാൻ വേതരോ യതോ ജഗത്സ്ഥാന നിരോധ സംഭവാഹ എന്നാണ് ഭാഗവത ദീക്ഷാശ്ലോകം. വ്യാസഭഗവാന്റെ അടുത്ത് ശ്രീശുകൻ നാരദൻ പറഞ്ഞത് ഈ വിശ്വം ഭഗവാനാണ്. അതങ്ങനെ തോന്നണില്ലല്ലോ. ഇതിപ്പോ മരമായിട്ടും കല്ലായിട്ടും ആണായിട്ടും പെണ്ണായിട്ടല്ലേ തോന്നുള്ളൂ. എനിക്ക് ഇവിടെ നാരായണനൊന്നും കണ്ടില്ലല്ലോ എന്ന് വെച്ചാൽ ആ ദോഷം മാറ്റാനായിട്ടാണ് വേദാന്ത ശ്രവണം. ആ ദോഷം മാറ്റാനായിട്ടാണ് വേദാന്ത ശ്രവണം. ആട്ടെ, ഇപ്പോ ഇവിടെ വേദാന്ത സമ്പ്രദായപ്പടി വിചാരിച്ചു തുടങ്ങാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീതുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനിമായയാ ബഹിരിവോദ്ഭൂതൈ യഥാ നിദ്രയാം യഃ സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ ഇദം നമഃ ശ്രീ ദക്ഷിണാമൂർത്തയേ ഇദം നമഃ. ആ ഗുരുമൂർത്തിക്ക് ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി എന്ന് വെച്ചാൽ അതിനു മുമ്പൊക്കെ വേദാന്ത തത്വം ആചാര്യസ്വാമി പറഞ്ഞു. അതറിഞ്ഞു കഴിഞ്ഞാൽ പ്രബോധ സമയേ സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ. അതറിയുമ്പോ രണ്ടില്ലാത്തതായ ആത്മാവിനെ, സ്വരൂപത്തിനെ തന്നെ, അദ്വയമായ തന്റെ സ്വരൂപത്തിനെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് അറിയുന്നു. താൻ തന്നെ ജഗത്ത് മുഴുവനും എല്ലാമായിട്ടിരിക്കുന്നത് അറിയണു. സ്വപ്നം വിട്ടുണർന്ന ആള് സ്വപ്നത്തിലുള്ളതൊക്കെ എഴുന്നേൽക്കുമ്പോൾ മറഞ്ഞു പോണതും താൻ മാത്രം മുറിയിലുള്ളതായിട്ട് കാണുന്നു അല്ലേ? അതുപോലെ ഈ വിശ്വം മുഴുവനും പ്രബോധസമയേ ആത്മാനമേവ കലയതി പശ്യതി, ആത്മസ്വരൂപതയാ പശ്യതി. ഇവിടെ ജഗത്ത് എന്ന് പറഞ്ഞ് ആത്മാവിൽ നിന്ന് ഭിന്നമായൊരു പദാർത്ഥമില്ലെന്ന് കാണുന്നു. ദർപ്പണദൃശ്യമാന നഗരീതുല്യം നിജ അന്തർഗതം പശ്യതി. നമ്മൾ എന്താണോ അതാണല്ലോ കണ്ണാടിയിൽ കാണുക അല്ലേ? കണ്ണാടിയില് മുഖത്തൊക്കെ പച്ച നിറം തേച്ചാൽ പച്ചയായിട്ട് കാണും, നീല നിറം തേച്ചാൽ നീലയായിട്ട് കാണും. ഒക്കെ കഴുകിക്കളഞ്ഞാൽ നമ്മുടെ മുഖമുള്ള പോലെ കാണും. ചില കണ്ണാടിയുണ്ട്, ആ കണ്ണാടി കുറച്ച് ഡേഞ്ചറസ്. എന്താന്ന് വെച്ചാൽ അതിന്റെ മുമ്പിൽ പോയി നിന്നാൽ മനസ്സിലുള്ളതൊക്കെ കാണും. ധൈര്യമായിട്ട് നിൽക്കുവോ നമ്മൾ പോയിട്ട്? ആ കണ്ണാടിയുടെ മുമ്പിൽ പോയാൽ മനസ്സിൽ എന്തൊക്കെ വരണോ അതൊക്കെ കാണും ഇല്ലേ? ഇപ്പൊ ഈ കണ്ണാടി എങ്ങനെയാന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്ന കണ്ണാടി ഉണ്ടല്ലോ, നിങ്ങൾ വാസ്തവത്തിൽ എങ്ങനെയോ അങ്ങനെ കാണും. ത്രിപുടിഹീന ചിത്ത് കാണും. ത്രിപുടിഹീനമായ ചൈതന്യത്തിനെ കാണിക്കുന്ന കണ്ണാടിയാണ്. ഗുരുവും ഒരു കണ്ണാടിയാണ്. ഗുരുവിനെ കാണുമ്പോൾ അക്ഷരമണമാലയിൽ ഭഗവാൻ പറഞ്ഞു, മൂക്കിലൻ മുൻകാട്ട് മുഹുറമാഹാതനൈ തൂക്കി അണൈത്തരുൾ അരുണാചല. മുഹുരം എന്ന് വെച്ചാൽ കണ്ണാടി. കണ്ണാടി ഒരാളുടെ മുമ്പിൽ കാണിച്ചാൽ അയാൾ നല്ല ഭംഗിയായിട്ട് ഡ്രസ് ചെയ്തോട്ട് ഇരിക്കുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് എന്നാ പറയാം. ഫോട്ടോ എടുത്ത് നോക്കും. എന്താ നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഭാവനയിൽ ഉള്ള പോലെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഒരിക്കലും ആർക്കും അവരവരുടെ ഫോട്ടോ ഇഷ്ടാവില്ല. കുറെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉള്ള പോലെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കുന്നത് വിടും. അതുവരെയ്ക്കും ഫോട്ടോനെ ഇങ്ങനെ എടുത്ത് ഇത് ഭംഗിയായില്ല, അത് ശരി, എങ്ങനെ ഇരിക്കണോ അങ്ങനെയല്ലേ ഇരിക്കുള്ളൂ ഫോട്ടോയില്. എന്നാലും നമ്മൾ എങ്ങനെയോ വിചാരിച്ചിരിക്കണ പോലെ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. അത് വരികയില്ല. കുറെ കഴിയുമ്പോൾ ഫോട്ടോ എടുക്കണതിൽ രുചി പോയി. കണ്ണാടി കാണിച്ചാൽ നമ്മള് ദോഷമൊക്കെ കാണുമ്പോൾ ആർക്കെങ്കിലും ഇഷ്ടാവോ അല്ലേ? മൂക്കിലൻ മുൻകാട്ടു മുഹുരം. മൂക്ക് മുറിച്ചാളുടെ മുമ്പിൽ കണ്ണാടി കാണിക്കണം പോലെ ഹേ അരുണാചല, ഒരു അങ്ങയെ കാണുമ്പോ എന്ന് വെച്ചാൽ ഒരു ഗുരുവിനെ കാണുമ്പോ ഇപ്പൊ എന്ത് മനസ്സിലായി എന്ന് വെച്ചാൽ ഞാൻ ശരിയില്ല എന്ന് മനസ്സിലായി. എനിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, എന്നിൽ ഒരുപാട് ദൂഷ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു മഹാപുരുഷൻ ഇരിക്കാമെങ്കിൽ എന്റെ കാര്യം ഇപ്പൊ എന്തായി? എനിക്ക് എത്ര ദൂഷ്യങ്ങളും വൈകല്യങ്ങളുണ്ട്. അങ്ങനെ എന്റെ വൈകല്യം കാണിച്ചു തരണ ഒരു കണ്ണാടി എനിക്ക് വേണ്ട. എനിക്ക് വാസ്തവമായിട്ട് ഞാൻ എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ചു തരണം. അല്ലാതെ എന്റെ മനസ്സെങ്ങനെയുണ്ട്, ശരീരത്തിന് എന്തൊക്കെ കുഴപ്പമുണ്ട്, ലോകം മുഴുവൻ അങ്ങനത്തെ ഒരു കണ്ണാടിയാണ്. ഈ വിശ്വം എന്ന് പറയുന്നത്
നമ്മളെ സദാ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണാടി കാണിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ പലതും മറക്കാൻ ശ്രമിക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ തന്നെ ഇവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, പേടിയോ ഒന്നുമില്ല, വേദാന്തമൊക്കെ വിചാരിച്ച് ഞാൻ ദേഹമല്ല എന്ന് പറഞ്ഞു. അപ്പൊ സത്സംഗത്തിൽ വന്നിരുന്ന് പോകുമ്പോ കൂടെ വന്ന ആള് ചോദിച്ചു, കണ്ട എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നണമല്ലോ, ഒന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരൂ കേട്ടോ ആസ്പത്രിയിൽ എന്ന് പറഞ്ഞ പേടിയായി. എന്തായി? നമ്മൾ മറക്കാൻ ശ്രമിച്ചതാണ്, ഉള്ളിലുണ്ട്. ഇയാൾ പറഞ്ഞതും ഓർമ്മ ഉണ്ട്. ഇതാണ് കണ്ണാടി. ഇങ്ങനെ ലോകം മുഴുവൻ നമ്മളുടെ ദൗർബല്യങ്ങളും വൈകല്യങ്ങളും ഒക്കെ കണ്ണാടി കാണിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് മൂക്കിലൻ മുൻകാട്ടു മുഹുരം എന്ന് ഭഗവാൻ പറഞ്ഞത്. എനിക്ക് കുഴപ്പമുള്ളതൊക്കെ ഈ കണ്ണാടി കാണിച്ചു തന്നിട്ട് എന്ത് പ്രയോജനം? എനിക്ക് കുഴപ്പമുണ്ട്, ഇപ്പൊ എനിക്ക് തന്നെ കുറെ അറിയാം. ഇനിയിപ്പോ മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയാൽ ഇത് ഫോബിയാവാണ്, മാനിയാവാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയും. അതും കൂടെ കേട്ടുകഴിഞ്ഞാൽ ഇനി കൂടുതൽ കുഴപ്പമാവുന്നല്ലാതെ ഒരു പരിഹാരമില്ല. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറയുന്ന ആളുകളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്ന ഒരു കണ്ണാടി വേണം. ഞാൻ ശരീരമാണെന്ന് പറയുന്ന കണ്ണാടിയൊന്നും എനിക്ക് വേണ്ട. അത് ലോകത്തിൽ മുഴുവനുണ്ട്. എന്റെ മനസ്സിന്റെ കുഴപ്പങ്ങൾ കാണിച്ചു തരുന്ന കണ്ണാടി എനിക്ക് വേണ്ട. എന്റെ അറിയായ്മയെ കാണിച്ചു തരുന്ന ഒരു കണ്ണാടി എനിക്ക് വേണ്ട. എല്ലാം നമ്മളെ ഇൻസൾട്ടാണ് ഇപ്പോ നമുക്ക്. ഹോൾ സെറ്റപ്പ് ഈസ് എൻ ഇൻസൾട്ട്. ഒരാൾ വന്നാൽ ഇൻസൾട്ട്. ഗവൺമെന്റ് നമ്മളെ ചെയ്യണത് അനുസ്യൂതം ഇൻസൾട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് എവിടെ പോയാലും ഒരു പേപ്പർ കാണിക്കൂ, ആധാർ കാർഡ് തരൂ, ID കാർഡ് തരൂ, ഇല്ലേ? അതായത് അവർ പറയണത് നീ ടെററിസ്റ്റ് ആണ്, അല്ലെങ്കിൽ കടലാസ് കാണിക്കുന്നതാണ്, നീ കള്ളനാണ്. എല്ലാവരും മനുഷ്യന് ഒരു വിശ്വാസവും ഇല്ല, ഒന്നുമില്ല. ആകെപ്പാടെ കോംപ്ലക്സ് ആക്കണത് എങ്ങനെയാ? കണ്ണാടി. കണ്ണാടി എന്താ കാണിക്കണത്? നീ കള്ളനാണ്, നീ മോശമാണ്, നീ അറിയവില്ലാത്തവനാണ്. ഇങ്ങനെയുള്ളത് വി ഹാവ് ഇറ്റ് ഇനഫ്, ഇന്നൂമറബിൾ. എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു കണ്ണാടിയല്ല. ഒരു കണ്ണാടി വേണം. ആ കണ്ണാടി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ കണ്ണാടിയിൽ ഞാൻ നോക്കിയാൽ ഞാൻ അതിരില്ലാത്ത പൂർണ്ണ വസ്തുവായിട്ട് കാണണം. ഞാൻ അശരീരിയായിട്ട് കാണണം. ഞാൻ അപ്രാണോ ഹി അമനാഹ ശുഭ്ര ഹി അക്ഷരാത് പരതപര. ഞാൻ ശരീരമോ മനസ്സോ പ്രാണനോ ബുദ്ധിയോ ഇതിന്റെ ഒന്നും അതിരോ വരമ്പോ ഇല്ലാത്ത അഖണ്ഡ സച്ചിദാനന്ദമായ പൂർണ്ണ ബ്രഹ്മവസ്തുവായിട്ട് കാണുന്ന ഒരു കണ്ണാടി എനിക്ക് വേണം. അങ്ങനെ ഒരു കണ്ണാടിയാണ് സദ്ഗുരു. ആ സദ്ഗുരു ഇവിടെ വന്നിട്ട് നീ പാപിയാണ്, ദുഷ്ടനാണ്, നീ കള്ളനാണെന്ന് പറയാൻ ഒരു ഗുരു വേണ്ട എനിക്ക്. അത് ലോകത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. എനിക്കൊരു ശക്തി വേണം. ഞാൻ മറന്നുപോയിരിക്കുന്ന സ്വരൂപത്തിന് അത് ഓർമ്മിപ്പിച്ച് നീ പൂർണ്ണ വസ്തുവാണ്, നീ ബ്രഹ്മമാണ്, നീ ആത്മാവാണ്, നിനക്ക് ജനനമില്ല, മരണമില്ല, ശുദ്ധോസി ബുദ്ധോസി നിരഞ്ജനോസി പ്രപഞ്ചമായ പരിവർജിതോസി എന്ന് പറയുന്ന അലൗകികമായ വചനം പറയുന്ന ഒരു ഗുരു വേണം. അത് മൗനമായിട്ട് പറഞ്ഞാലും വേണ്ടില്ല, അല്ലേ? ഇപ്പൊ ദക്ഷിണാമൂർത്തി പോലെ മൗനമായിട്ട് പറഞ്ഞാലും വേണ്ടില്ല. മൗനമായിട്ട് സത്യം ബോധിപ്പിച്ചാലും മതി. ആ ഗുരു വേണം. മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ വസത് ഋഷിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിതം ചിന്മുദ്രം ആനന്ദമൂർത്തിം സ്വാത്മാരാമം ഉദിതവദനം ദക്ഷിണാമൂർത്തിമീടേ. ആചാര്യേന്ദ്രം ചിന്മുദ്രം, ചിന്മുദ്ര കൊണ്ട് യുവാനം എന്നാണ് ആചാര്യസ്വാമിയുടെ വചനം. നമ്മുടെ ഭഗവാൻ അതിനെ തമിഴിലാക്കുമ്പോ ഒരു ചെറിയ വാക്കു മാറ്റി. മൗനമാ മുനിവരർ ശാന്തിമന്നവേ തെന്മുഖ മൂർത്തിയായി തികഴ്ന്നു മൗനമായി തന്നിலை நிகழ்த்தியிற் துதியிற் தன்மயம் சொன்னவ சங்கரன் துண்ணுமென்னுள்ள. ഇത് ആചാര്യസ്വാമി സ്തുതിച്ചതാണ്. മൗനമാ മുരയാർ കാട്ടും മാ ബ്രഹ്മവസ്തു ബാലൻ. യുവ എന്നുള്ളതിനെ ഭഗവാൻ, നമ്മുടെ ഭഗവാൻ ബാലൻ എന്ന് മാറ്റി. അത് ഭഗവാൻ തന്നെ ലെറ്റേഴ്സ് ഫ്രം ബ്രഹ്മണാഷ്ടമിൽ പറയുന്നുണ്ട്. യുവാവാണെങ്കിലും യുവ എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട്, യൗവനത്തിന്റെ കുഴപ്പങ്ങൾ. അപ്പൊ ഭഗവാനെ കാണുമ്പോ, ദക്ഷിണാമൂർത്തിയെ കാണുമ്പോ യുവാവായിട്ട് തോന്നണില്ല. മൗനമാ മുരയാർ കാട്ടും മാ ബ്രഹ്മവസ്തു ബാലൻ ശിവനിലൈ തവസർ ഷീഡർ
ശരി ഗുരു അരൻ ചിത് കയ്യൻ. കയ്യില് ചിന്മുദ്ര കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉവകയോടുരുവൻ തന്നുൾ ഉവപ്പവൻ കളിമുഖത്താൻ അവനയാൻ തെൻപാൻ മൂർത്തി അപ്പനൈ ഏത്തുപോമേ. തെൻപാൻ മൂർത്തി, തെന്മുഖമൂർത്തി, ദക്ഷിണാമൂർത്തി. ഇനി ബാക്കിയൊക്കെ തന്നെ ദക്ഷിണാമൂർത്തി പോറ്റി എന്നേ വരുള്ളൂ. പക്ഷെ ഓരോരോ വാക്ക് ഭഗവാൻ മാറ്റും. അവസാനത്തെ ലൈനില് എല്ലാം ദക്ഷിണാമൂർത്തി തസ്മൈ ശ്രീ ഗുരുമൂർത്തിയെന്ന് വരും സംസ്കൃതത്തില്. ഭഗവാൻ ഇത് തമിഴിലാക്കുമ്പോ, ഉദാഹരണത്തിന് ഒരിടത്ത് ദക്ഷിണാമൂർത്തിക്ക് ഒരു വിശേഷം കൊടുക്കും. തഴൽ വിഴി ഗുരുവാമന്ത ദക്ഷിണാമൂർത്തി പോറ്റി. അത് സംസ്കൃതത്തിലില്ല. അത് തഴൽ വിഴി എന്ന് വെച്ചാൽ ജ്ഞാനമാകുന്ന അഗ്നി തന്നെ കണ്ണായിട്ടുള്ളവൻ. അഗ്നി ഭസ്മാക്കണ പോലെ അഹങ്കാരത്തിനെയൊക്കെ ഭസ്മാക്കണം. അപ്പോ ആ ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് പ്രഥമ ശ്ലോകം നമ്മളിപ്പോ വായിച്ചു, ഏകദേശ അർത്ഥം പറഞ്ഞു. നാളെ വൈകുന്നേരത്തെ പ്രഭാഷണത്തില് നമ്മൾ ഇത് വിസ്തരിച്ച് ഈ പ്രഥമ ശ്ലോകത്തിനെ വിസ്തരിച്ച് കണ്ടുകൊണ്ട് നമ്മൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.